ഡ്രംസ്റ്റിക്ക് 2 എണ്ണം, സവാള 1, ഇതൊരു ചെറിയ സവാളയാണ്, തേങ്ങ 1 കപ്പ്, കൊറിയാണ്ടർ സീഡ്സ് 2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, ടൊമാറ്റോ 1, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാം. ഒരു ചീനിച്ചട്ടി എടുക്കുക. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ, കൊറിയാണ്ടർ സീഡ്സ് ഇട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഒന്ന് വാടിയതിന് ശേഷം പെരിഞ്ജീരകം ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കണം. ഇത് ഞാൻ വെള്ളം തൊടാതെ അരച്ചതാണ്. നമ്മൾ അരയ്ക്കുമ്പം ആ തേങ്ങയുടെ എണ്ണ തെളിഞ്ഞ് വരണം. അങ്ങനെ നന്നായിട്ട് അരച്ച് മഷി പോലെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റായത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനിച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും ഡ്രംസ്റ്റിക്കും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടണം. അതുവരെ നമുക്ക് എണ്ണയിൽ നന്നായിട്ട് അതിനെ സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി വാടിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. വെള്ളം ഒഴിച്ച് നമുക്ക് ഉള്ളിയും ഡ്രംസ്റ്റിക്കും ഒന്ന് വേവിച്ചെടുക്കണം. 2 കീറിയ പച്ചമുളകും 1 ടീസ്പൂൺ ടർമറിക് പൗഡറും പിന്നെ ബാക്കി ടൊമാറ്റോയും നമുക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോ വാടിയതിന് ശേഷം നമ്മൾ മഷി പോലെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. കൺസിസ്റ്റൻസി വേണ്ടിയ രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിക്കുക. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കടുക് വറുക്കാം. ഒരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിക്കുക. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുക. നന്നായിട്ട് അത് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറിയുടെ മുകളിൽ ഒഴിക്കാം. നമ്മുടെ ഡ്രംസ്റ്റിക് തീയൽ റെഡിയായി.